ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് വിഷു അല്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇന്നലെ രാത്രിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം കണിക്കൊന്ന കിട്ടാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. എവിടെയൊക്കെ തപ്പിയിട്ടെന്ന് അറിയാമോ? ഒരു കൊണ്ട് പൂ കിട്ടിയത്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഒരുക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. രാവിലെ അമ്മയാണ് വിളിച്ചുണർത്തി കണി കാണിക്കാറ് എല്ലാ വർഷവും. അങ്ങനെ തന്നെയാണ്. അങ്ങനെ എണീറ്റു, കൃഷ്ണനെ കണ്ടു, പ്രാർത്ഥിച്ചു. കൈനീട്ടം കിട്ടി. വിഷു എന്ന് കേൾക്കുമ്പോഴേ കൈനീട്ടം കിട്ടുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം. ബട്ട് ഈ വർഷം കുറച്ച് കളക്ഷൻ കുറവായിരുന്നു. സാരമില്ല, അടുത്ത വർഷം പിടിക്കാം. ഓക്കെ, എന്നിട്ട് ഇതേ സാരി കൊടുത്ത് അമ്പലത്തിൽ പോകും വിചാരിച്ചു. അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ഇതായിരുന്നു അവസ്ഥ. വിഷുവിൻ്റെ എല്ലാ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും അമ്പലത്തിലും റോഡിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇതേപോലെ ക്യൂ നിന്നിട്ട് അകത്തേക്ക് കയറാൻ പോയപ്പോൾ ഒരു കൊച്ചു സുന്ദരൻ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു കൈനീട്ടം കിട്ടി. എന്നിട്ട് തൊഴുത് ഇറങ്ങിയിട്ട് ഞാനും അമ്മയും കുറച്ച് നേരം പുറത്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനും അമ്മയും സെയിമാ. ഞാനും അമ്മ ഇന്ന് ബ്ലാക്ക് ആയിരുന്നു. എന്നിട്ട് നേരെ അമ്പലക്കുളത്തിൽ പോയി അവിടെ കണിയുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു.